റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റപത്രം വൈകിപ്പിക്കുന്നത് പ്രതികളെ രക്ഷിക്കാനെന്ന് കെ മുരളീധരൻ റിപ്പോർട്ടറിനോട്. മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കാതെ ഓരോ പ്രതികളെയായി രക്ഷപ്പെടുത്തുന്നു. ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് പോലും കാറ്റിൽ പറത്തിയാണ് നീക്കം. SITയിൽ വിശ്വാസമില്ല, ഇവർക്ക് ഇരട്ടത്താപ്പാണ്. ഹൈക്കോടതിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് നൽകും, രഹസ്യ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും നൽകും. കേസ് നടത്താനല്ല, കട്ടവരെ പുറത്തെത്തിക്കാനാണ് ശ്രമമെന്നും കെ മുരളീധരൻ. ഇപ്പോൾ SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലല്ല, പിണറായിയുടെ നിയന്ത്രണത്തിലാണ്. മനഃപൂർവ്വം ചാർജ് ഷീറ്റ് കൊടുക്കാതെ ഓരോ പ്രതികളെയായിട്ട് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സർക്കാരിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. മാത്രമല്ല, ഈ തെറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരെയൊന്നും പുറത്താക്കാനും തയ്യാറായിട്ടില്ല. ഏതൊരാൾക്കും അറിയാം, 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഒരു കോടതിക്കും പിന്നെ അവർ ജയിലിടാൻ കഴിയില്ല. അപ്പോൾ ഹൈക്കോടതി നിരന്തരമായിട്ട് വാണിംഗ് കൊടുത്തു. ആ വാണിങ്ങിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികളെ ഓരോരുത്തരെ നാളെ മിക്കവാറും പോയിട്ടിയും പുറത്തിറങ്ങും. ഇവരൊന്നും ചെയ്യില്ല. ഈ SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി പത്മകുമാറിനെയും മറ്റേ വാസുവിനെയും കൂടെ പുറത്തിറക്കി അവർ ഈ കേസ് തേച്ച് മാച്ച് കളയാൻ നോക്കും. SIT ഹൈക്കോടതിക്ക് മാത്രമല്ല, ഹൈക്കോടതിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് നൽകും, രഹസ്യ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും. അങ്ങനെ ഇരട്ടത്താപ്പാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. SIT കേസ് അന്വേഷിക്കാനല്ല, കട്ടവരെ രക്ഷിക്കാനാണ് ഇപ്പോൾ SIT നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ TV പ്രസാദോട് നമുക്ക് TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, ഓരോരുത്തരായി പുറത്തിറങ്ങുന്നു, അന്വേഷണം മറ്റു പ്രതികളിലേക്ക് നീളാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പോൾ കെ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് കുറ്റപത്രം വൈകിപ്പിച്ചതിനു പിന്നിൽ നിഗൂഢതയുണ്ട് എന്നാണ്. നേരത്തെ പത്മകുമാറൊക്കെ പറഞ്ഞത് കുറ്റപത്രം വരട്ടെ എന്നിട്ട് പത്മകുമാറിനെ പുറത്താക്കാമെന്നാണ്. പക്ഷേ ഗോവിന്ദ മാഷ് പറഞ്ഞതനുസരിച്ച്, പാർട്ടി സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് കുറ്റപത്രം വന്നിട്ടില്ല. കുറ്റപത്രം ഇനി എന്ന് വരുമെന്നറിയില്ല. അതിനു മുമ്പ് പത്മകുമാറും വാസുവൊക്കെ പുറത്തിറങ്ങില്ലേ? അതാണോ കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ ചുടിപ്പിക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺ. ഇതിൽ വലിയ കൗതുകമുണ്ട്. കാരണം അരുൺ പറഞ്ഞാണ് അതിലെ പോയിന്റ്. അതായത് പലതവണ നമ്മൾ CPIM സംസ്ഥാന സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ ചോദിച്ചു. അതായത് ഏറ്റവും നല്ല രീതിയിൽ അന്വേഷണം നടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ എന്നാണ് എപ്പോഴും CPIM സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ പ്രതിയായി ഇപ്പോഴും ജയിലിൽ തുടരുന്ന CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ LDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ A പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത് എന്ന് ചോദിക്കുന്ന സമയത്തെല്ലാം MV ഗോവിന്ദൻ പറയുന്ന മറുപടി അതിന് കുറ്റപത്രമായില്ലല്ലോ എന്നുള്ളതാണ്. അതിനർത്ഥം അരുൺ, കുറ്റപത്രം വരാതെ നടപടിയെടുക്കില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇനി CPIMന് നടപടിയെടുക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കുറ്റപത്രം അനന്തമായി നീണ്ടുപോവുകയാണ്. കക്ഷിച്ചെങ്ങനെയെങ്കിലും ഒരു 1.5 മാസം കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അങ്ങ് കഴിയും. പിന്നെ നടപടിയുടെ കാര്യമില്ല. ഒരുപക്ഷെ കേസ് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്യുമോ എന്ന കാര്യം പോലും അറിയില്ല. പക്ഷേ അരുൺ, ഈ കാര്യം പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുകയാണ്. നേരത്തെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ കുറ്റപത്രം കൊടുക്കാത്തത് N വാസുവിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന A പത്മകുമാറിന് എല്ലാം വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. പക്ഷേ കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിൽ മുരാരി ബാബുവിൽ തുടങ്ങി പിന്നീട് ഓരോ ആളുകളായി പുറത്തേക്കിറങ്ങുന്നു. ഒടുവിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലും തീരുമാനമായേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വരും. താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, SIT അന്വേഷണം മറ്റു പ്രതികളിലേക്ക് ചെന്ന് കയറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് ഹരിമോഹൻ പ്രധാനപ്പെട്ട വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇവിടെ കൊണ്ട് അവസാനിക്കുമോ എന്നുള്ളതാണ്.